ആമയിഴഞ്ചാൻ തോട് വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരും കോർപ്പറേഷനുമാണെന്നാണ് ബിജെപിയുടെ ആരോപണം. എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഇപ്പോഴും സംഘർഷം തുടരുകയാണോ? പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ടോ അവിടെ? സംഘർഷത്തിന് യാതൊരുവിധ അയവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. നിലവിൽ ജലപീരങ്കി പലതവണ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചുവെങ്കിൽ പോലും തന്നെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. നിരവധി പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ മതിൽ ചാടിക്കടന്ന് കോർപ്പറേഷൻ പരിസരത്തേക്ക് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തുടർന്ന് ഇവരെ വലിയ പ്രയാസപ്പെട്ട് തന്നെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത്. അതിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. കൗൺസിലർമാരും മൊത്തം ഒപ്പം തന്നെ പ്രവർത്തകരുടെ ഒരു വലിയ നിരയാണ് ഇന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ച് നടത്തിയത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് കോർപ്പറേഷൻ പരിസരം ഇപ്പോൾ സംഘർഷഭരിതമാകുന്നത്. നിലവിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ബിജെപി ജില്ലാധ്യക്ഷൻ വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മാർച്ച് ഇവിടേക്ക് കടന്നു വന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി എത്തിയ മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം സംസാരിച്ചതിന് ശേഷം രൂക്ഷമായ വിമർശനം അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെയും ഒപ്പം തന്നെ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥിതിക്കുകയും ഉന്നയിച്ചു. അതായത് ജോയിയുടെ ഭാഗത്തുനിന്ന് ജോയിയുടെ മരണത്തിന് ഉത്തരവാദിയായത് കാരണക്കാരൻ അത് പിണറായി സർക്കാരാണ്. ഒപ്പം തന്നെ കോർപ്പറേഷന്റെ അനാസ്ഥയുണ്ട്, മാലിന്യം നീക്കം ചെയ്യാത്തതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ വലിയ രീതിയിൽ തകർത്ത് മുന്നേറാൻ ശ്രമിച്ചത്. ആ സമയത്ത് തന്നെ പ്രതിരോധം തീർക്കുകയും ചെയ്തു പോലീസ്. എങ്കിൽ പോലും തന്നെ പ്രവർത്തകർ അതെല്ലാം വകവെക്കാതെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം കോർപ്പറേഷന്റെ കോമ്പൗണ്ട് പരിസരം ചെറിയ മതിലുകളാണ്. അത് ചാടിക്കടന്ന് അനായാസം പ്രവർത്തകർക്കകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. നിരവധി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എങ്കിൽ പോലും തന്നെ ഇവരെ ഒന്നും തന്നെ തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ്. നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതൊഴിച്ചാൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകാറുള്ളതാണ്. ജലപീരങ്കിക്ക് പുറമെ ഇത്തരത്തിൽ തണ്ണീർവാതകവും അല്ലെങ്കിൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് രാത്രികാലം നടക്കുന്ന കടുത്ത നടപടികളിലേക്ക് പോകാറുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി തവണ എപ്പോഴും തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ, 100-ന് മുകളിൽ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ സംഭരിച്ചു നിൽക്കുന്നുണ്ട്. കൗൺസിലർമാർ അടക്കമുള്ളവരുണ്ട്. കൗൺസിലർമാർ പലരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും അകത്തേക്ക് പോലീസുകാരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. പുറത്തിപ്പോഴും പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് തന്നെയുണ്ട്. സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ബിജെപിയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്ന നേരത്തെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു കോർപ്പറേഷൻ സംഘർഷപരമായതെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടപ്പോൾ കോർപ്പറേഷൻ പരിസരം സംഘർഷ മുഖരിതമാകുന്നു. യാതൊരുവിധ അയവും ഈ ഒരു പ്രതിഷേധത്തിന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമാണ്. അതിൽ സ്ത്രീകളുണ്ട്, ഒപ്പം തന്നെ വനിതാ പ്രവർത്തകരുണ്ട്, മറ്റ് പ്രവർത്തകരുടെ ഒരു വലിയ നിരയുണ്ട്. അവരെല്ലാം തന്നെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ബിജെപിയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ മാർച്ചുമായി മുന്നോട്ട് പോവുക, പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിർദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തകർ എത്തിയിരുന്നതും. ഇപ്പോൾ ഈ ബാരിക്കേഡിൽ നിന്ന് പ്രവർത്തകർ തിരികെ എം ജി റോഡിലേക്ക് മടങ്ങുകയാണ്.
എന്ന മുദ്രാവാക്യം വിളിയുമായി ഇപ്പോൾ പ്രവർത്തകർ തിരിച്ച് പോവുകയാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ സന്തുഷ്ടാവസ്ഥയ്ക്ക് ചെറിയ അയവ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഒരുപക്ഷെ മറുവശത്ത് കൂടി, അതായത് ഈ കോർപ്പറേഷൻ പരിസരത്ത് കോർപ്പറേഷൻ കോമ്പൗണ്ടിന് 4 ഗേറ്റുകളുണ്ട്. ഈ ഗേറ്റുകളിൽ പല വഴിയും ഈ പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ പോലീസിന്റെ വലിയ നിരയുണ്ട്, വലിയ സന്നാഹമുണ്ട്. എങ്കിൽ പോലും തന്നെ അവർ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും എപ്പോഴും പ്രവർത്തകർ MG റോഡിലേക്ക് നടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ബാക്ക് ഗേറ്റിലൂടെ വന്ന് അകത്തേക്ക് പ്രവേശിക്കാനാണ് എന്നുള്ളത് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നുണ്ടായാലും വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് രജിത്ത്. അല്പസമയം മുമ്പാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. അതിപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയ പ്രതിഷേധമുണ്ട്, പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം ആ തരത്തിലുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ ഈ വലിയ പ്രതിഷേധത്തിന് ശേഷം അവിടെ ഇപ്പോഴും പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാം. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുന് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം, അതായത് പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും പ്രതിഷേധം മറ്റു പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണോ? ഇതിപ്പോൾ MG റോഡിലേക്ക് ഈ പ്രവർത്തകർ പ്രവേശിച്ചിരിക്കുന്നു. അവിടെ കുത്തിയിരുന്ന LMS ജംഗ്ഷനുള്ള ജംഗ്ഷനിൽ അവിടെ കുത്തിയിരുന്നപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ബാരിക്കേഡിന് അവിടെ നിന്നുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡിലേക്ക് വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിലവിൽ ഈ ഒരു സംഘർഷത്തിന് അയവ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിരിഞ്ഞു പോകാൻ ഒരു തരത്തിലും പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസിനെ അവിടേക്ക് പോകും. അതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകരെ ഇപ്പോൾ കൗൺസിലർമാരെ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. 5ഓളം വനിതാ പ്രവർത്തകരെയും അതിൽ 2 കൗൺസിലർമാരുണ്ട്. ഒപ്പം തന്നെ 10ഓളം വരുന്ന മറ്റു പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. അതിലും കൗൺസിലർമാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 15 പേരെ ഇതിനോടകം തന്നെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ച 15 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. മറ്റു പ്രവർത്തകരാണ് ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഇപ്പോഴും വലിയ പ്രതിഷേധവുമായി നിൽക്കുന്നത്. എന്തായാലും സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത ചർച്ചയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുയരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അവർക്ക് വീട് വെച്ച് നൽകാനുള്ള അനുമതി സർക്കാരിനോട് തേടിയിട്ടുണ്ട്. കൂടാതെ ഈ 10 ലക്ഷം ധനസഹായം സർക്കാർ നൽകുന്നതിന് പുറമെ കോർപ്പറേഷനും 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്നുള്ള ഒരു കാര്യം മേയർ ആര്യചന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഈ മാലിന്യ നീക്കത്തിനെതിരെ ജൂനിയർ മരണം ഉൾപ്പെടെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വലിയ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നിരവധി തവണ കൗൺസിൽ വിളിച്ച് യോഗം ചേർന്നുകൊണ്ട് ഇതിലൊരു സ്ഥായിയായിട്ടുള്ള പരിഹാരം കാണണമെന്നുള്ള നിർദ്ദേശം പലതവണ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിന് മേയർ തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും BJP മുന്നോട്ട് വെക്കുന്നത്. കാരണം സാധാരണഗതിയിൽ കൗൺസിൽ വിളിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ രാവിലെ മുതൽ, അതായത് ഇത്രയും വലിയ നിർണായകമായിട്ടൊരു പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കൗൺസിൽ ചേരണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് മേയർ തയ്യാറാകുന്നില്ല. അതിന് പകരം വൈകിട്ട് 4:00-ക്ക് ശേഷം ഈ ഒരു കൗൺസിൽ യോഗം വിളിക്കുകയും ചെയ്യും. ആകെ അരമണിക്കൂർ മാത്രമാണ് ഈ ഒരു
ഇത്രയും നിർണായകമായ യോഗത്തിൽ ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് സമയം അനുവദിക്കുന്നത് അതിനുശേഷം കൗൺസിൽ പിരിയേണ്ടതായിട്ടുണ്ട്. 6 മണിക്ക് ശേഷം കൗൺസിൽ ചേരാൻ സാധിക്കില്ല. അത് നിയമപരമായി കോർപ്പറേഷന്റെ നിയമത്തിനനുസരിച്ച് 6 മണിക്ക് ശേഷം കൗൺസിൽ ചേരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് 10 മണിക്കൂറോടുകൂടി എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിളിച്ചു നിർത്തി ഒരു തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ നേർ മുന്നോട്ട് വരുത്തില്ല, അതിനൊന്നും സഹായിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും BJP കൗൺസിലർമാരും BJPയുടെ നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ടായും. നിലവിൽ ഈ വിഷയത്തിൽ കൂടുതൽ നിലപാടുകൾ കടുപ്പിക്കുകയാണ്, പ്രതിഷേധം കടുപ്പിക്കുകയാണ്. നിലവിലിപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതിശക്തമായ മഴ നഗരപ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ പരിസരത്ത് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ ഇതൊന്നും വകവെക്കാതെ പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് MG റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹനങ്ങളൊക്കെ നമുക്ക് അറിയാം, KSRTC ബസ്സുകളൊക്കെ സമീപത്ത് നിർത്തിയിട്ടേക്കുന്ന കാണാം. ആ വാഹനങ്ങളൊന്നും കടത്തുവിടാതെ വലിയ പ്രതിഷേധവുമായി ഇപ്പോഴും BJP പ്രവർത്തകർ രംഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആമൈ രഞ്ജാൻ തോട് വിഷയം അത് BJP വലിയൊരു സമരമുഖം തുറന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം തേടി ഉള്ള നിരവധിയായ കാര്യങ്ങൾ സംഭവിക്കുന്നു. മുഖ്യമന്ത്രിയുടെ യോഗം മറ്റൊരു തരത്തിൽ പുരോഗമിക്കുന്നുണ്ട്. BJP ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് തള്ളിക്കയറിയ പശ്ചാത്തലമുണ്ട്. കോർപ്പറേഷൻ കൗൺസിലർമാരെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് പോലീസുകാരുമായി തട്ടിക്കയറുന്ന പ്രവർത്തകരെയും നേതാക്കളെയും അടക്കം കാണാം. ഏതായാലും തലസ്ഥാനം ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയത്തിൽ പുതിയ സമരമുഖം തുറന്നിരിക്കുകയാണ് BJP. മുഖ്യ പ്രതിപക്ഷമായ BJP എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം മുഖ്യമന്ത്രി വിളിച്ച ഉന്നത